ഇതെന്താ പടി കയറി വരുന്ന ലിഫ്റ്റ്? ലിഫ്റ്റ് ഇല്ല, മെയിൻ്റെനൻസ് വർക്ക്. 2 ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല. നടക്ക്. ഇന്നെന്താ നൈറ്റ് ഷിഫ്റ്റ് ആണോ? നമ്മൾക്ക് എന്ത് ഡേ നൈറ്റ്. ഒരു ലൈവ് കവറേജ് ഉണ്ട്. രാത്രി എന്ത് റോഡ് ഉപരോധമാണ് അത്രേ. നമ്മൾ പോണം. മോളിൽ നിന്നുള്ള ഓർഡർ. പോട്ടെ. എക് റിപ്പോർട്ടർ കാർ റോദൻ. എടോ, നമ്മുടെ ഈ ചുവരിലാരോ കുത്തി വരച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാനല്ല. ഉത്തരവാദിത്വം തീർന്നല്ലോ. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വെയിറ്റ്? വിലയും. കോളിംഗ് ബെല്ല് കേട്ടപ്പോ ബുക്ക് തുറന്നു വെച്ചതല്ലോ. നോ കമന്റ്സ്. ഇനി TV കണ്ടോണ്ടിരുന്ന നീ കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ പെട്ടെന്ന് പോയി ബുക്ക് തുറന്നതാണെങ്കിൽ ആ എഫർട്ടിന് താങ്ക്സ് അച്ഛാ. ഈ ചോക്ലേറ്റ് കിട്ടാൻ മാത്രം ഇങ്ങനെ ചിരിച്ചാ മതി കേട്ടോ. അതുപോരെ? മതി, അത് മതി. മിസസ് ബിന്ദു രവീന്ദ്രൻ, സാധനങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അല്ലാതിരിക്കോ? ആരാ വാങ്ങിയേ? അയ്യടാ, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. അതെ, ഇന്ന് അമ്മ വിളിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന്. അച്ഛന് സുഖമില്ലാതിരിക്കുമല്ലേ? കണ്ടോളൂ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനാ. ബിന്ദു, നമ്മൾ ഈ കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. 10 കൊല്ലമായി. നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണൂ. ഞാനില്ല. അതെ, ഒറ്റയ്ക്ക് പോകാനായിരുന്നു. എനിക്ക് എവിടെയൊക്കെ പോയിരുന്നു. എന്നേ പോയിരുന്നു. പൊക്കോടായിരുന്നോ? ദേ, ഒറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. ആദ്യ രാത്രി എന്നോട് പറഞ്ഞ പ്രധാന കാര്യം എന്താന്ന് വല്ല ഓർമ്മയുണ്ടോ? എൻ്റെ ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതാണ് എൻ്റെ സന്തോഷം. അന്നോട്ട് എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം മനസ്സിൽ കണ്ട ജീവിച്ചേ, ഒരു ജോലിക്ക് പോലും പോവാതെ. എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ, ഒറ്റയ്ക്ക് പോയിരുന്നില്ലെന്ന്. നിനക്ക് ജോലിക്ക് പോണോ? അതെ, ഇങ്ങനൊന്നും ചോദിച്ചാ പോരാ. ചോദിക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ചോദിക്കേ. ആ ഫ്ലാറ്റിന്റെ താഴെ അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യൻ സാക്ഷ്യത്തെ ഞാൻ ചോദിക്കണം. നിനക്ക് ജോലിക്ക് പോണോ? ഉയ്യോ, കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടൽ ചക്രവാത ചുഴി. എന്റെ പ്രവചനമാണ്. നീ അറിഞ്ഞില്ലല്ലോ. എവിടെ ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നതിന്? ചക്രവാത ചുഴിയോ? ഈ കാലാവസ്ഥ ഒരിക്കലും ശരിയാവില്ല. ഓ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാടാ? ആരാടാ ഫോണില്? അതാരുമില്ല. ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ ഈ വീടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പുതിയതായിട്ട് ഒരെണ്ണം പണിതാലോന്ന്. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. വീട് പൊളിച്ചു കെട്ടാഞ്ഞിട്ടാ. എന്റെ പൊന്നമ്മേ, നാളെ ഒരു കൂട്ടർ പെണ്ണി ചോദിച്ച് എന്നെ കാണാൻ വരുമ്പോ അവരെന്താ വിചാരിക്കും? ഈ കൂറ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഇവിടെ നല്ലൊരു ബെഡ്റൂം ഉണ്ടോ, ബാത്റൂം ഉണ്ടോ, എന്തിനു കാറ് പാർക്കിംഗ് നല്ലൊരു സ്ഥലമുണ്ടോ? ഓ, കാറ്. നീ ആ ബാത്റൂമിന്റെ ഷീറ്റ് മാറ്റിയിട്ടേ അതിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ. എന്നിട്ടാ കാർ പാർക്കിങ്. അത് കൊടുക്കണമല്ലോ, കൊടുക്കുമല്ലോ. വെറുതെ ഒരു കാര്യം പറഞ്ഞു മനുഷ്യനെ ചോറി പോലെ. സാറേ നമസ്കാരം. ഞങ്ങൾ എന്തിനാ വന്നതെന്ന് സാറിന് അറിയാലോ. ബഷീറേ, ഫയലുകൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങൾ എത്ര യൂണിയൻകാർ വന്നാലും ഞാൻ പ്രേമന് മെമ്മോ കൊടുക്കും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാനിതൊക്കെ ഒന്ന് നോക്കട്ടെ. പ്രേമൻ ചെന്നൈക്ക് വെച്ച ഫയലുകളിൽ ഒരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. എന്ത് ക്ലാരിറ്റി ഇല്ലെന്ന്? ദേ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഒന്നാമത് ഞാനില്ലാത്ത സമയത്താണ് എൻ്റെ ക്യാബിനിൽ കയറി എൻ്റെ റെക്കോർഡ്സ് എടുത്തത്. എൻ്റെ കീഴുദ്യോഗസ്ഥരുടെ ക്യാബിനിൽ കയറാനും വേണമെങ്കിൽ ഒരു മിന്നൽ പരിശോധന നടത്താനും ഇവിടുത്തെ നിയമം എന്നെ അനുവദിക്കുന്നുണ്ട്. ഫയലുകൾ ആവശ്യമാണെങ്കിൽ ചോദിക്കണം. ഹേ, അല്ലാതെ ഞാനില്ലാത്തപ്പോൾ പതുങ്ങി വന്ന് എടുക്കുകയല്ല വേണ്ടത്. ചോദിച്ചാൽ നീ ഇങ്ങ് എടുത്ത് തരും. എന്നെ ബുദ്ധിമുട്ടിച്ച സാറും ബുദ്ധിമുട്ടും.